VM സാദിഖലിയാണ്. 2023 ഡിസംബർ 2-നാണ് എൻ്റെ ഫേസ്ബുക്ക് നഷ്ടപ്പെടുന്നത്. എനിക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരിക ചെയ്ത് ഫേസ്ബുക്ക് മെറ്റ ടീമാണ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നത് നിങ്ങളോട് ഒരു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് നഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളത് പ്രകാരം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോഴാണ് ഈ ചതി മനസ്സിലാവുന്നത്. അവർ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മൊത്തമായിട്ട് ഹാക്ക് ചെയ്യാനുള്ളൊരു ടീമായിരുന്നു. ഒരു വൻകിട ടീമാണ് അവർ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പെട്ടെന്ന് എടുത്തു. ഫേസ്ബുക്ക് മെറ്റ ടീമിനെ ഒറിജിനൽ കസ്റ്റമർ കെയർ ആയിട്ട് നമ്മൾ അവരോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഓരോ സാധനങ്ങളും അവർക്ക് അയച്ചു കൊടുത്തു, ഓരോ സ്ക്രീൻഷോട്ടുകളും. ഒരു പ്രത്യേക പേജിൽ നിന്നായിരുന്നു എനിക്ക് വന്നത്. ആ പേജിൻ്റെ ലിങ്കൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടിയത് 15-ാം തീയതി ജനുവരിയിൽ. വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇതിൽ അപ്ഡേറ്റുകളും പോസ്റ്റുകളൊക്കെ വരും. സമാനമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീക്യാപ്ചർ എർത്ത് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതെങ്കിലും രൂപത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോക്ക് താഴെ അവരുടെ ഇമെയിൽ ID ഞാൻ ഉൾപ്പെടുത്താം. അവർക്ക് മെസ്സേജ് അയക്കുക, സ്ക്രീൻഷോട്ടുകളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ആക്ഷൻസൊക്കെ ചെയ്യുന്നത്. ഏകദേശം 1.5 മാസത്തോളം അവർ ഇതിന് ടൈം എടുത്തു എൻ്റെത് ചെക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ID കാർഡിൻ്റെ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് എനിക്കിത് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. നിങ്ങളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെങ്കിലും ഇതിന് പണം ആവശ്യപ്പെട്ടിട്ടൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല, നമുക്കിതൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അവരെൻ്റെ പേഴ്സണൽ ഡാറ്റ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇത്രയും ദിവസം അവർ തിരഞ്ഞു നോക്കിയിട്ട് അവർക്ക് പേഴ്സണൽ ഡാറ്റ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത്, മെസ്സഞ്ചറിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതും കൂടി ഇതിനൊരു പാഠമാണ് കേട്ടോ.